വെരി ഗുഡ് മോർണിംഗ് ഗൈസ്. ആക്ച്വലി ഞാനത് മോർണിംഗിലാണ് എടുക്കണേ, അതുകൊണ്ടാണ് ഞാൻ ഗുഡ് മോർണിംഗ് ഒക്കെ പറയണേ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഒരു ഗ്രേറ്റ് വീക്ക് എഹെഡ് ഉണ്ടാവട്ടെ, അല്ല ഒരു ഗ്രേറ്റ് വീക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എക്സസൈസിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഗ്രേഡ് 7 ഫസ്റ്റ് ചാപ്റ്റർ ഇൻഡിവിജ്വൽസിലെ തേർഡ് എക്സസൈസാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ലുക്ക് അപ്പോൺ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇറ്റ്സ് പ്രിറ്റി സിമ്പിൾ. ഫൈൻഡ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊഡക്ട്സ്. നമ്മൾ അതിൻ്റെ പ്രൊഡക്ട്സിനെ കണ്ടുപിടിക്കണം. മൾട്ടിപ്ലിക്കേഷൻ റൂൾ വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ റൂളിൽ പറഞ്ഞിട്ടുണ്ട് സെയിം സൈൻ വരുന്ന രണ്ട് ഇൻഡിജേഴ്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് പോസിറ്റീവ് ആസ് ആൻസർ. അപ്പോൾ ഇത് നെഗറ്റീവ് ആവട്ടെ രണ്ട് ഇൻഡിജറും, നമുക്ക് പ്രൊഡക്റ്റ് എന്ത് കിട്ടും? പോസിറ്റീവ് കിട്ടും. സോ ലെറ്റ്സ് ലുക്ക് അപ്പോൺ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങൾക്ക് രണ്ട് കോളം പോലെയാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. അതിൽ ഫസ്റ്റ് കോളമാണ് സോൾവ് ചെയ്യുന്നത് ആദ്യം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വന്നേക്കുന്നത് 3 into -1. സോ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് 3 ഇവിടെ പോസിറ്റീവ് ആണ്, -1 ഇസ് നെഗറ്റീവ്. അപ്പം നമുക്ക് പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് സൈനാണ്. അപ്പോൾ പ്രൊഡക്റ്റിൽ എന്ത് വരും? ഇറ്റ് വിൽ ബി എ നെഗറ്റീവ് ഇൻറ്റീജർ. സോ 3 into -1 വിൽ ഗിവ് യു -3 ആസ് യുവർ ആൻസർ. നെക്സ്റ്റ് വൺ ഇസ് സി. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സി ആണ് സോൾവ് ചെയ്യുന്നത്. -21 into -30. അപ്പോൾ രണ്ടും നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് നമ്മളെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി എ പോസിറ്റീവ് ഇൻറ്റീജർ. അപ്പോൾ ഇറ്റ്സ് എ പോസിറ്റീവ് ഇൻറ്റീജർ. അപ്പോൾ 21 into 30 will give you 630. So the answer is 630. That's positive 630. So let's move on to the third part of first question. That's -15 into 0 into -18. സോ 0 ഏതൊരു നമ്പറിൻ്റെ ഒപ്പം മൾട്ടിപ്ലൈ ചെയ്താലും വിൽ ഗെറ്റ് ദ ആൻസർ 0. സാധാരണ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന പോലെ തന്നെ. സോ ഏത് സൈനിൻ്റെ ഒപ്പമാണ് അല്ലെങ്കിൽ ഏത് സൈനായിരിക്കും ആൻസർ എന്ന് നോക്കേണ്ട ഒരു ആവശ്യമില്ല. -15 into 0 we get the answer 0. Then 0 into -18 again the answer is 0. Next we are moving on to G, question number. So it's 9 into -3 into -6. അപ്പോൾ 9 into -3 ഇത് രണ്ടും രണ്ട് സൈനാണ് അല്ലേ, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി എ നെഗറ്റീവ് ഇൻറ്റീജർ. 9 into 3 എത്രയാണ്? 27. സോ ഇറ്റ് ഈസ് പ്രൊഡക്റ്റ് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇൻറ്റീജർ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ദ ആൻസർ വിൽ ബി -27 ഇൻറ്റു ഇവിടെ വേറൊരു നമ്പറും കൂടി ഉണ്ട് -6. അപ്പോൾ -27 into -6 വിൽ ഗിവ് യു പോസിറ്റീവ് ഇൻറ്റീജർ. അപ്പോൾ 27 into 6 is 162. The answer is 162. Next is I. -1 into -2 into -3 into it's +4. So -2 into -1 രണ്ടും സെയിം ഇൻറ്റീജേഴ്സ് ആയതുകൊണ്ട് എന്ന് വെച്ചാൽ സെയിം സൈൻ ഉള്ളതുകൊണ്ട് ദ ആൻസർ വിൽ ബി എ പോസിറ്റീവ് ഇൻറ്റീജർ. ദാറ്റ്സ് 2 into -3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? രണ്ടും ഡിഫറെൻറ്റ് സൈനിൽ ഇൻറ്റീജേഴ്സായി മാറി. അപ്പോൾ ദ ആൻസർ വിൽ ബി എ നെഗറ്റീവ് ഇൻറ്റീജർ. ദാറ്റ്സ് -6. ദെൻ ഇൻറ്റു 4 പിന്നെയും രണ്ടും ഡിഫറെൻറ്റ് സൈനുള്ള ഇൻറ്റീജേഴ്സാണ്. -6 into 4. ദെൻ ദ ആൻസർ വിൽ ബി എ നെഗറ്റീവ് ഇൻറ്റീജർ. സോ ദാറ്റ്സ് -24. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് കോളം. ഓക്കെ, ആ ക്വസ്റ്റ്യനിൽ തന്നെ നെക്സ്റ്റ് കോളം. ദാറ്റ്സ് അതിൽ ഫസ്റ്റ് കിടക്കുന്ന ബി ആണ്. -1 into 225. രണ്ടും ഡിഫറെൻറ്റ് സൈനാണ്. അപ്പോൾ ആൻസർ മൈനസ് ആയിരിക്കും. അപ്പോൾ -225. ദെൻ കംസ് -316 into -1. രണ്ടും സെയിം സൈനാണ് ഇൻറ്റീജേഴ്സിൻ്റെ. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആയിരിക്കും. സോ ഇൻറ്റു 1 ആയതുകൊണ്ട് 316 വിൽ ബി ദ ആൻസർ. -12 into -11 into 10. അപ്പോൾ -12 into -11 ചെയ്യുമ്പോൾ വി ഗെറ്റ് 132. എന്തുകൊണ്ടാണ്? രണ്ടും സെയിം സൈൻ ആയതുകൊണ്ട് വി ഗെറ്റ് എ പോസിറ്റീവ് ഇൻറ്റീജർ. അപ്പോൾ 132 into 10 എന്ന് പറയുമ്പോൾ രണ്ടും പോസിറ്റീവ് ആണ്, സെയിം ഇൻറ്റീജേഴ്സ്. അപ്പോൾ ആൻസർ വിൽ ബി ഓൾസോ എ പോസിറ്റീവ് ഇൻറ്റീജർ. ദാറ്റ് ഈസ് 1320. ഇനി H, that's -18 into -5 into -4.
അപ്പോൾ ആദ്യം -18 ഇൻറ്റു -4 അത് രണ്ടും സെയിം സൈൻ ആയതുകൊണ്ട് വി ഗെറ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ദാറ്റ് ഈസ് 90 ഇൻറ്റു -4. അപ്പോൾ ഇവിടെ പോസിറ്റീവാണ്, ഇവിടെ നെഗറ്റീവാണ്. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി എ നെഗറ്റീവ് ഇൻറ്റിജർ. അപ്പോൾ വി ഗെറ്റ് -360. The last question in the first, last part of question in the first question, that's -3 into -6 into -2 into -1. -3 into -6 ചെയ്യുമ്പോൾ we get a positive integer. എന്താണ് രണ്ടും സെയിം സൈൻ ആയതുകൊണ്ട് 18. Then 18 into -2 we'll get a negative integer. എന്താ രണ്ടും ഡിഫറെൻറ്റ് സൈൻ ആണ്. അപ്പോൾ -36. Then -36 into -1. -1ഉം -36ഉം they have same integer. അപ്പോൾ അതിൻ്റെ ആൻസർ will be a positive, that is 36. So that's all about the first question. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഭയങ്കര എന്താ പറയുക, നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ റൂളിനൊന്നും കൂടി ദൃഢമാക്കുന്ന പോലത്തുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നമുക്ക് വെരിഫൈയിലേക്ക് പോവാം. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വെരിഫൈ ദ ഫോളോയിങ്. ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വെരിഫൈ ചെയ്യാനായിട്ടാണ് തന്നിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് പാർട്ട് 18 ഇൻറ്റു ബ്രാക്കറ്റ് ഓഫ് 17 ഇൻറ്റു -3. സോ ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് എങ്കിൽ 18 ഇൻറ്റു 7 ആദ്യം ചെയ്തിട്ട് അത് പ്ലസ് 18 ഇൻറ്റു -3. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടുമെന്നാണ് നോക്കണ്ടേ. സോ 18 ഇൻറ്റു 7. Let's move on to the second question. And the first part, 18 into 7, like bracket of 7 into -3. So as I said, as I shown here, 18 into 7 plus 18 into -3 ചെയ്യുന്നതാണ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ് വെരിഫൈ ചെയ്യേണ്ടത്. സോ 18 into 7 we get the answer 126 പ്ലസ് 18 into -3 രണ്ടും ഡിഫറെൻറ്റ് സൈനാണ്. സോ ആൻസർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി എ നെഗറ്റീവ് സൈൻ. സോ -54. 126 പ്ലസ് -54 എന്ന് പറയുമ്പോൾ എന്ത് പറ്റും? 126ൽ നിന്നും 54 കുറയ്ക്കുക. അത് കഴിഞ്ഞ് ഇവിടുത്തെ ഗ്രേറ്റർ നമ്പറിൻ്റെ സൈൻ പോസിറ്റീവാണ്. സോ ആൻസർ വിൽ ബി എ പോസിറ്റീവ്. അപ്പോൾ ദ ആൻസർ ഇസ് ഈക്വൽ ടു 72. ഇതാണ് ഫസ്റ്റ് നമ്മൾ വെരിഫൈ ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ട് അതായിരുന്നു. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സെക്കൻഡ് പാർട്ട്. So I guess this is eligible. Okay. So second part എന്ന് പറയുമ്പോൾ -21 into -4 plus -6. സോ ആ നേരത്തെ കാണിച്ച പോലെ തന്നെ -21 into -4 അത് കഴിഞ്ഞിട്ട് പ്ലസ് -21 into -6. -21 into -4 എന്ന് പറയുമ്പോൾ വി ഗെറ്റ് എ പോസിറ്റീവ് നമ്പർ. അപ്പോൾ എന്തായിരിക്കും? 84 അതിൻ്റെ പ്രൊഡക്റ്റ് പ്ലസ് -21 into -6 എന്ന് പറയുമ്പോൾ എഗെയിൻ വി ഗെറ്റ് എ പോസിറ്റീവ് നമ്പർ, ദാറ്റ്സ് 126. ഇനി 84 പ്ലസ് 126 ഇത് സാധാരണ അഡീഷൻ പോലെ പ്ലസ് ചെയ്യാം. യു ഗെറ്റ് ദ ആൻസർ 210. ദാറ്റ്സ് ഓൾ. ദെൻ മൂവിങ് ഓൺ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. ഫോർ എനി ഇൻറ്റീജർ a, what is -1 into a equal to? So as you all know, നമ്മൾ -1 ഏതെങ്കിലും ഒരു ഇൻറ്റിജറിൻ്റെ ഒപ്പം ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് മൈനസ് ആ ഇൻറ്റീജറിൻ്റെ തന്നെ നെഗറ്റീവ് എന്താ പറയുക ഇൻറ്റീജറായിട്ട് അത് മാറും. -1ൻ്റെ ഒപ്പം ഇൻറ്റു ചെയ്താൽ. സോ ലെറ്റ്സ് ലുക്ക്. ഡിറ്റർമൈൻ ദ ഇൻറ്റീജർ ഹൂസ് പ്രൊഡക്റ്റ് വിത്ത് -1. -22 into -1 എന്ന് പറയുമ്പോൾ അത് 22 ആയി മാറും. ബിക്കോസ് -22 ആൻഡ് -1 സെയിം ഇൻറ്റീജേഴ്സാണ്, സെയിം സൈൻ ഉണ്ട്. അപ്പോൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് 22 ആവും. ആ നമ്പറിൻ്റെ എന്ന് വെച്ചാൽ ആ ഒരു നമ്പറിൻ്റെ തന്നെ ഓപ്പോസിറ്റ് ഇൻറ്റീജർ ആയിട്ട് കിട്ടും നമുക്ക് -1 ഇൻറ്റു ചെയ്താൽ ഏതൊരു ഇൻറ്റീജറിൻ്റെ ഒപ്പവും.
ഇപ്പോൾ 37 ഇൻറ്റു -1 ചെയ്താൽ ഇവിടെ +37 ആണ് നമുക്ക് ഉള്ള നമ്പർ. അതിൻ്റെ ആൻസർ അപ്പോൾ എന്തായിട്ട് മാറും? -37 ആയിട്ട് മാറും. ദെൻ വി ഹാവ് 0 ഇൻറ്റു -1 ചെയ്തിട്ട് ഒരു കാര്യമില്ല. ദർ ഇസ് നത്തിങ് ഗോണ ഹാപ്പൻ ബിക്കോസ് 0 ഇൻറ്റു എനി നമ്പർ ഗിവ്സ് യു ദ ആൻസർ 0. So moving on to the fourth question is to show a pattern that's starting from -5. So നമ്മ അവിടെ -5 എന്തായാലും തന്നിരിക്കുന്നതുകൊണ്ട് ഇവിടെ -4 വെച്ചാണ് തുടങ്ങണേ. സോ -1 ഇൻറ്റു 4 ഗിവ്സ് യു -4 അല്ലേ. സോ -5 + 1 ഗിവ്സ് യു -4, the same answer. So this is the pattern we are following. അതേപോലെ തന്നെ ഇപ്പോൾ 3 ആണ് ചെയ്യുന്നത്. അപ്പോൾ -1 ഇൻറ്റു 3 ഗിവ്സ് യു -3. So -4 + 1 will give you -3. Next, moving on to 2, that's -1 into 2 gives you -2, same as -3 + 1 will give you -2. So ഈ പാറ്റേൺ ആണ് അവർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് up till 1 I guess. So ഇപ്പോൾ ഇവിടെ -1 ആണല്ലോ. -1 ഇൻറ്റു -1 gives you 1. അപ് ടിൽ അത്രയും ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ യു കുഡ് ഫോളോ ദ സെയിം പാറ്റേൺ. അതേപോലെ ചെയ്താൽ മതി. നെക്സ്റ്റ് വൺ ഇസ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത അതേപോലെ തന്നെയാണ്. ഇറ്റ്സ് മൾട്ടിപ്ലിക്കേഷൻ, അതും യൂസിങ് പ്രോപ്പർട്ടി. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ മിക്കതും ചെയ്തിരുന്നു. അപ്പോൾ അതേപോലെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. സോ ഡു ഇറ്റ്. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ, വിൽ ക്ലാരിഫൈ. So moving on to the word problems. Eureka. അപ്പോൾ നമുക്ക് വേർഡ് പ്രോബ്ലംസിലേക്ക് പോവാം. പക്ഷേ ഈ വേർഡ് പ്രോബ്ലംസ് അത്ര പേടിക്കാനൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. സോ ലെറ്റ്സ് റീഡ് ദ ക്വസ്റ്റ്യൻ അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. A certain freezing process requires the room temperature to be lowered from 40 degrees Celsius at the rate of 5 degrees Celsius every hour. So what will be the room temperature 10 hours after the process begins? അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു റൂം, അതിൻ്റെ ഒരു ഫ്രീസിങ് പ്രോസസ്സിന് ഒരു റൂമിൽ 40 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ സ്റ്റാർട്ടിങ് ടെമ്പറേച്ചർ. സോ എല്ലാ മണിക്കൂറും 5 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കുറച്ച് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഫ്രീസിങ് പ്രോസസ്സ്. ഓക്കെ. സോ 10 മണിക്കൂർ കഴിയുമ്പോൾ, ഈ പ്രോസസ്സ് തുടങ്ങിയിട്ട് 10 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളുടെ മുറിക്ക് എന്തോരം ടെമ്പറേച്ചർ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളുടെ മുടി എന്തോരം തണുത്തിട്ടുണ്ടാവും എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് ലുക്ക്. അപ്പോൾ ഇപ്പോൾ 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. 5 ഡിഗ്രി സെൽഷ്യസ് ഓരോ മണിക്കൂറും കുറയും അല്ലേ. 5 ഡിഗ്രി സെൽഷ്യസ് ഓരോ മണിക്കൂറും കുറയും. ആൻഡ് അത് 10 മണിക്കൂർ കഴിയുമ്പോൾ എത്ര ഡിഗ്രി കുറഞ്ഞിട്ടുണ്ടാവും എന്നാണ് അവർ ചോദിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഹൗ ടു സോൾവ് ദി പ്രോബ്ലം. നമ്മൾ നേരത്തെ എക്സസൈസിലൊക്കെ പറഞ്ഞിരുന്നു, നമ്മൾ ഒരു ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ പറയും എന്താ പറയുക, അത് നെഗറ്റീവ് ഇൻറ്റിജറായിട്ട് കാണിക്കും. എന്ന് വെച്ചാൽ ഈ എൻട്രൻസ് എക്സാമിലൊക്കെ കൊടുക്കുന്ന പോലെ റോങ് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് നെഗറ്റീവ് മാർക്കിംഗ് ആണ്. അതേപോലെ തന്നെ എന്തെങ്കിലും കുറയുകയാണെങ്കിൽ നമ്മൾ ഇൻറ്റീജേഴ്സിൽ യൂസ് ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് ഇൻറ്റിജറാണ്. എന്തെങ്കിലും കൂട്ടുവാണെങ്കിൽ അത് പോസിറ്റീവ് ഇൻറ്റിജറായിട്ട് കൺസിഡർ ചെയ്യും. സോ പ്രസൻറ്റ് റൂം ടെമ്പറേച്ചർ എന്താണ് ഞാൻ പറഞ്ഞത്, 40 ഡിഗ്രി സെൽഷ്യസ് ആണെന്നാണ്. ഡിക്രീസിങ് ദ ടെമ്പറേച്ചർ എവറി ഇയർ 5 ഡിഗ്രി സെൽഷ്യസ് ആണ് എല്ലാ മണിക്കൂറും നമ്മൾ കുറയ്ക്കുന്നത് അല്ലേ. അപ്പോൾ അത് 5 ഡിഗ്രി സെൽഷ്യസ് തന്നെ, പക്ഷേ ഫോർ ദ കാൽക്കുലേഷൻ പർപ്പസ് അത് ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് അതിനെ നമ്മൾ -5 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കൺസിഡർ ചെയ്യും. -5 ഡിഗ്രി അല്ല, 5 ഡിഗ്രി വെച്ചാണ് അവർ കുറക്കുന്നതെന്നാണ് പറയുന്നത്. സോ ലെറ്റ്സ് ലുക്ക്. ടെമ്പറേച്ചർ ആഫ്റ്റർ 10 hour 10 മണിക്കൂർ കഴിഞ്ഞ് എത്ര കുറയും എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? 10 ഇൻറ്റു -5 ചെയ്താൽ നമുക്ക് 10 മണിക്കൂറിനുള്ളിൽ എത്ര ഡിഗ്രി കുറഞ്ഞു എന്ന് കിട്ടും. സോ 40 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് നെഗറ്റീവ്, ഇവിടെ 2 സൈനാണ് അല്ലേ. ഇനി സെൽഷ്യസ് ഒന്നും നോക്കരുത്, 10 ഇൻറ്റു 5 ആണ്, -5 ആണ്. അപ്പോൾ 2 സൈനാണ്. അപ്പോൾ വി ഗെറ്റ്
50 as the answer. അപ്പോൾ 40 പ്ലസ് -50. അപ്പോൾ മൈനസ് ആണ് ഗ്രേറ്റസ്റ്റ് സൈൻ. അപ്പോൾ ഇവിടെ എന്ത് വരും? മൈനസ് വരും. The product will be a negative integer. So 40 plus minus 50 will be what? minus 10 degree Celsius. എന്തുകൊണ്ട് അങ്ങനെ വന്ന മൈനസ് നമ്മൾ എടുക്കാൻ കാര്യം? ഇവിടെ 40-നെക്കാട്ടും വലുത് 50 ആണ്. അപ്പോൾ എന്ത് പറ്റും? ഇവിടെ ഒരു നെഗറ്റീവ് ഇൻറ്റീജറും ഉണ്ട്. സോ വി ഹാവ് ടു ഡിഡക്ട് ഫ്രം 40 ഫ്രം 50 ആൻഡ് ഗിവ് ദ bigger digits sign. So temperature after 10 hours will be negative 10 degree Celsius. That's all. അപ്പോൾ ഇതിൽ നമ്മൾ ഇത്ര ഓർത്തിരുന്നാൽ മതി. ഇവിടെ -5 എന്ന് കാണിച്ചിരിക്കുന്നത് നമ്മൾ അത് കുറയുന്നത് കൊണ്ട് അതിന് നെഗറ്റീവ് സൈൻ വെച്ച് ഡിനോട്ട് ചെയ്യുന്നതാണ് ഇൻറ്റീജേഴ്സിൽ. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, I guess you can see, second word problem for the day is 7th question. Let's read the question. പാർട്ടായിട്ട് ചെയ്യാം. 3 പാർട്ടായിട്ട് അവർ തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ തന്ന നിങ്ങൾക്ക് എക്സാമ്പിൾ പോലെ നെഗറ്റീവ് മാർക്കിംഗ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇനി ഭാവിയിൽ എല്ലാവർക്കും നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെ അനുഭവിക്കേണ്ടി വരും. അപ്പം നിങ്ങൾക്കിത് മനസ്സിലാവും. In a class test containing 10 questions, 5 marks are awarded for each and every correct answer, and negative 2 marks are awarded for every incorrect answer, and 0 for every not attempted questions. അപ്പോൾ നമുക്ക് ഭേദം അറിയാത്ത ആൻസറൊന്നും അറ്റംപ്റ്റ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ മാർക്കൊന്നും പോവില്ല. അപ്പോൾ ഫസ്റ്റ് ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, Mohan gets 4 correct answer and 6 incorrect answer. Oh, that's very bad. And what is his score? So മോഹനെ നോക്കാം. ഫസ്റ്റ് നമുക്ക് മനസ്സിലാവും. നമുക്ക് നോക്കാം. 10 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ 4 ക്വസ്റ്റ്യൻ മോഹന് കറക്റ്റായി, 6 ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി. സാരില്ല. അതിൽ 5 മാർക്ക് എല്ലാ കറക്റ്റ് ആൻസറിനും കിട്ടും. അതേപോലെ തന്നെ 2 -2 മാർക്ക് എല്ലാ ഇൻകറക്റ്റ് ആൻസറിനും കിട്ടും. അപ്പോൾ മോഹന് കിട്ടുന്ന കറക്റ്റ് ആൻസറിൻ്റെ മാർക്ക് എത്രയാണെന്ന് നോക്കാം. സോ മാർക്ക് സ്കോർഡ് ബൈ മോഹൻ ഫോർ 4 കറക്റ്റ് ആൻസർ വിൽ ബി 4 × 5. ഞാൻ നേരത്തെ പറഞ്ഞു 5 മാർക്കാണ് ഒരു കറക്റ്റ് ആൻസറിന്. സോ മോഹന് ടോട്ടലി കിട്ടിയിരിക്കുന്ന കറക്റ്റ് ആൻസറിൻ്റെ മാർക്ക് 20. ഇനി ഇൻകറക്റ്റ് ആൻസറിന് മോഹന് മാർക്ക് കിട്ടുന്നുണ്ട്. ഇറ്റ്സ് നെഗറ്റീവ് മാർക്ക്. അത് എത്രയാണെന്ന് നോക്കാം. 6 ഇൻകറക്റ്റ് ആൻസർ ഉണ്ട്. -2 is the mark awarded for each incorrect answer. അപ്പോൾ we'll get -2 × 6 will be -12. അപ്പോൾ ടോട്ടൽ സ്കോർ മോഹൻ്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? നമ്മൾ 2 ഇപ്പം ഇൻകറക്റ്റ് ആൻസറിനും കറക്റ്റ് ആൻസറിനും മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യാം. അപ്പോൾ 20 + -12 എന്ന് ചെയ്യാം. സോ ഇവിടെ 20 ആണ് ദ ബിഗ്ഗസ്റ്റ് നമ്പർ. സോ ഇറ്റ് വിൽ ബി എ പോസിറ്റീവ് സ്കോർ. ഭാഗ്യം, ചിലവർക്ക് അങ്ങനെ കിട്ടില്ല, ചിലവർക്ക് നെഗറ്റീവ് സ്കോർ തന്നെ കിട്ടും കേട്ടോ. ചില എൻട്രൻസ് എക്സാംസിന് നമ്മൾ മര്യാദക്ക് ബുദ്ധിപൂർവ്വം എല്ലാം ചെയ്തില്ലെങ്കിൽ, അറിയാത്ത ആൻസർ ഒരിക്കലും ആൻസർ ചെയ്യരുത്, ഇല്ലെങ്കിൽ നെഗറ്റീവ് മാർക്സ് കിട്ടും. അപ്പോൾ എത്രയായി? മോഹന് ഭാഗ്യമുണ്ട്. മോഹന് 20 + -12 വിൽ ഗിവ് യു 8 മാർക്ക്. ടോട്ടൽ ഓഫ് 8 മാർക്ക്. ഈ 6 ക്വസ്റ്റ്യൻ എന്താ പറയുക, മോഹൻ അറ്റംപ്റ്റ് ചെയ്തില്ല എന്നെങ്കിൽ മോഹന് 20 മാർക്ക് കിട്ടിയേനെ. അതാണ് നെഗറ്റീവ് മാർക്കിങ്ങിൻ്റെ ജാദു. സോ ലെറ്റ്സ് ലുക്ക് അപ്പോൺ ദ സെക്കൻഡ് പാർട്ട് ഓഫ് 7th question. Reshma gets 5 correct answer and 5 incorrect answer. What is her score? So let's look. രേഷ്മക്ക് അപ്പോൾ കറക്റ്റ് ആൻസറിന് എങ്ങനെ കിട്ടുക? 5 × 5 25 മാർക്സ് കറക്റ്റ് ആൻസറിന് രേഷ്മക്ക് അവാർഡ് ചെയ്യാം. അതേപോലെ തന്നെ 5 ഇൻകറക്റ്റ് ആൻസറും ഉണ്ട്. അപ്പോൾ 5 × -2 വിൽ ഗിവ് യു -10. അപ്പോൾ 25 + -10 വിൽ ഗിവ് യു എത്ര? 25 10 കുറയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഗ്രേറ്റർ നമ്പറിൻ്റെ സൈൻ ഇടുക. ദാറ്റ് വിൽ ബി 15. ഓക്കെ, so let's move on to the next part of the same question, that is the third part, C. The C, Hina gets 2 correct answers and 5 incorrect answers out of 7 questions she totally attempted. ആകെ 7 question അറ്റംപ്റ്റ് ചെയ്തുള്ളൂ. അപ്പോൾ ബാക്കി 3 questions നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണ്ട, ബിക്കോസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന അറ്റംപ്റ്റ് ചെയ്യാത്ത ക്വസ്റ്റ്യന് ഒരു മാർക്ക് ഓർഡഡ് അല്ല, നെഗറ്റീവും ഇല്ല പോസിറ്റീവും ഇല്ല.
അപ്പോൾ കുട്ടി ബുദ്ധിപരമായിട്ട് കളിച്ചു. ബട്ട് സ്റ്റിൽ ലെറ്റ്സ് ലുക്ക് ഷീ വിന്നിങ് ഓവർ ഇറ്റ്. അപ്പോൾ ഹീനയ്ക്ക് 2 കറക്റ്റ് ആൻസറാണ് കിട്ടിയത്. അപ്പോൾ 2 കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ 2 into 5 ദാറ്റ്സ് 10 ആൻഡ് 5 ഇൻകറക്റ്റ് ആൻസർ കിട്ടി. അപ്പോൾ 5 into -2 ഇറ്റ്സ് അഗെയിൻ -10. So a total score of Hina will be 10 plus -10, that is 0. Okay, in case if Hina had answered the 3 questions, she didn't answer in this question. Okay, 3 എണ്ണം ഇതിൽ ചെയ്തില്ല എന്നല്ലേ പറഞ്ഞത്. അത് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഹീനയ്ക്ക് ഒരു -6 മാർക്കിങ്ങും കൂടി അങ്ങോട്ട് കിട്ടീനെ. അപ്പോൾ നെഗറ്റീവ് മാർക്കായേനെ. അതാണ് ഞാൻ പറഞ്ഞത്, എൻട്രൻസ് എക്സാമിൽ സൂക്ഷിക്കുക, അറിയാത്ത ആൻസർ എഴുതരുത്, ഇല്ലെങ്കിൽ നെഗറ്റീവ് മാർക്കാവും. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. 8ലും 8th ക്വസ്റ്റ്യനിലും 2 പാർട്ടായിട്ടാണുള്ളത്. സോ ലെറ്റ്സ് റീഡ് ദ 8th ക്വസ്റ്റ്യൻ. എ സിമെൻറ്റ് കമ്പനി earns a profit of ₹8 per bag of white cement sold and a loss of ₹5 per bag of grey cement sold. അപ്പോൾ ഇതിൽ പറയുന്നത് ഒരു സിമെൻറ്റ് കമ്പനി ഇപ്പോൾ ഇവിടെ 2 തരം സിമെൻറ്റ് വിൽക്കുന്നുണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. വൈറ്റ് സിമെൻറ്റും വിൽക്കുന്നുണ്ട്, ഗ്രേ സിമെൻറ്റും വിൽക്കുന്നുണ്ട്. സോ അതിൽ വൈറ്റ് സിമെൻറ്റ് ഇസ് വെരി പ്രോഫിറ്റബിൾ. വൈറ്റ് സിമെൻറ്റ് വിൽക്കുമ്പോൾ അവർക്ക് എപ്പോഴും ഒരു ₹8 ലാഭവും, ഗ്രേ സിമെൻറ്റ് വിൽക്കുമ്പോൾ ₹5 നഷ്ടവും അതിൻ്റെ ഒപ്പം ടാഗ്ഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഗ്രേ സിമെൻറ്റ് വിറ്റ് കഴിഞ്ഞാൽ ദേ വിൽ ഗെറ്റ് എ പ്രോഫിറ്റ് ഓഫ് ₹8. അപ്പോൾ ഗ്രേ സിമെൻറ്റിൽ എത്ര ബാഗ് വിറ്റാലും അതിലൊരു പ്രോഫിറ്റ് അറ്റാച്ച്ഡ് ആയിരിക്കും ₹8. ഇനി അല്ല, വൈറ്റ് സിമെൻറ്റിൻ്റെ, ഐ എം സോ സോറി. ഇനി ഗ്രേ സിമെൻ്റ് ആണ് വിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ലോസ് ആണ്. ഇറ്റ്സ് നോട്ട് ഗോണ ചേഞ്ച്. അതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. വൈറ്റ് സിമെൻ്റ് ആണെങ്കിൽ ഇറ്റ്സ് എ പ്രോഫിറ്റ്, ഗ്രേ സിമെൻ്റ് ആണെങ്കിൽ ഇറ്റ്സ് എ ലോസ്. ഓക്കെ, ഓൾവേസ് എ ലോസ് ഓഫ് ₹5. വൈറ്റ് സിമെൻ്റ് ആണെങ്കിൽ എ ലോസ് ഓഫ് പ്രോഫിറ്റ് ഓഫ് ₹8. ഇനി ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് വായിക്കാം. 8th ക്വസ്റ്റ്യൻ്റെ ദ കമ്പനി സെൽസ് 3000 ബാഗ് ഓഫ് വൈറ്റ് സിമെൻറ്റ്. വൈറ്റ് സിമെൻറ്റ് വിറ്റെന്ന് പറയുമ്പോൾ തന്നെ ദാറ്റ് ഷുഡ് കം ഇൻ ടു യുവർ മൈൻഡ് ഒരു പ്രോഫിറ്റ് ഓഫ് ₹8 പെർ ബാഗ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്ന 3000 ബാഗ്സ് ഓഫ് വൈറ്റ് സിമെൻറ്റ് വിറ്റിട്ടുണ്ട് അല്ലേ. അപ്പോൾ 3000 into 8 ദാറ്റ് ഗിവ്സ് യു 24,000. 24,000 rupeesൻ്റെ ഒരു പ്രോഫിറ്റ് ആ കമ്പനിയിലേക്ക് അപ്ലേക്കും വന്നു. സോ എമൗണ്ട് ഓഫ് ഗെയിൻ ബൈ സെല്ലിംഗ് 3000 bags of white cement is equal to 3000 into 8, that's 24,000. Next, let's look upon the second part of the question. 5,000 bags of grey cement in a month. പിന്നെ എത്ര ഗ്രേ സിമെൻ്റ് ആണ് വിറ്റത് ഞാൻ പറഞ്ഞു. ഗ്രേ സിമെൻ്റ് ആണെങ്കിൽ അതൊരു ലോസ് ആയിരിക്കും അതിൻ്റെ ഒപ്പം അറ്റാച്ച്ഡ് ആവുക. എത്ര രൂപയുടെ? ₹5. 5 into 5 will be 25,000. അപ്പോൾ നമുക്കൊരു 24,000 പ്രോഫിറ്റും 25,000 ലോസും ഇൻകർ ചെയ്തിട്ടുണ്ട് ഒരു മാസം. വാട്ട് ഈസ് ഇറ്റ്സ് പ്രോഫിറ്റ് ഓർ ലോസ്? അപ്പോൾ നമുക്ക് മനസ്സിലായി 24,000 പ്രോഫിറ്റും ആൻഡ് എമൗണ്ട് ഓഫ് ലോസ് ബൈ സെല്ലിംഗ് 5,000 bags of grey cement, ദാറ്റ് ഈസ് എത്രയാണ്? 25,000. അപ്പോൾ ലോസ് ആണല്ലേ നമുക്ക് ₹1000 മുകളിൽ നിൽക്കുന്നത്. അതെങ്ങനെയാണ് മനസ്സിലായ? 25,000 minus 24,000. ഇത് നേരത്തെ ഇത് ₹1,000 ആണ് നിങ്ങൾക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? ലോസ് കിട്ടിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് രണ്ടും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ വിൽ ഗെറ്റ് ₹1,000 ആസ് ലോസ്, -1,000 കിട്ടും. അപ്പോൾ അത് ലോസ് ആയിട്ട് നമ്മൾ ടാഗ് ചെയ്യണം. തിരിച്ചിട്ടാൽ അങ്ങനെ കിട്ടും. ഓക്കെ, then comes the second part of the question. ഇത് മനസ്സിൽ വെച്ചാൽ ഇത് തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് സെക്കൻഡ് പാർട്ടും വായിച്ചാൽ മതി. What is the number of white cement bags it must sell to have neither profit nor loss? If the number of grey bags sold is 6,400 bags. അപ്പോൾ അവർ പറയുന്നത് 6,400 bags ഓഫ് ഗ്രേ സിമെൻറ്റ് അവർ വിറ്റിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അവർക്ക് പ്രോഫിറ്റും ഉണ്ടാവരുത് ലോസും ഉണ്ടാവരുത്. സെയിം, ഈക്വൽ ടു ഈക്വൽ എന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാവരുത്. നൈദർ ദാറ്റ് നോർ ദിസ്. അപ്പോൾ എന്ത് പറ്റണം? നമുക്ക് ഈ ഗ്രേ സിമെൻറ്റ് വിറ്റ് കിട്ടുന്ന ആ ഒരു ലോസ് തന്നെ എന്ത് കിട്ടണം?
പ്രോഫിറ്റും കിട്ടണം. എവിടെ നിന്ന്? വൈറ്റ് സിമെൻറ്റിൽ നിന്ന്. അത് രണ്ടും ഈക്വലൈസ് ആകുന്ന നമ്പർ ഓഫ് ബാഗ്സ് ഓഫ് വൈറ്റ് സിമെൻ്റാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എത്ര ലോസ് നമുക്ക് വരുമെന്ന് ആദ്യം നോക്കണം. Amount of loss by selling 6,400 bags of grey cement is equal to 6,400 into 5. That is 32,000. 32,000-ൻ്റെ പ്രോഫിറ്റ് നമുക്ക് എവിടെ നിന്ന് കിട്ടണം? ഗ്രേ സിമെൻറ്റ് വിൽക്കുമ്പോൾ കിട്ടിയാൽ മാത്രമേ നമുക്ക് നൈദർ ലോസ് നോർ പ്രോഫിറ്റ് എന്ന കണ്ടീഷൻ പാലിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് വൈറ്റ് സിമെൻറ്റ് ബാഗ്സ് സോൾഡ് ടു ഗെറ്റ് 32,000 rupees പ്രോഫിറ്റ് വിൽ ബി എങ്ങനെയാണ് നമുക്കറിയാം 32,000 ആണ്. ഒരു വൈറ്റ് സിമെൻറ്റ് ബാഗ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ 8 rupees. അപ്പോൾ 82,000 divided by 8 ചെയ്താൽ we get the number of bags that have to be sold in white cement so that we get neither a loss nor a profit. അപ്പോൾ 32,000 divided by 8 will give you 4,000. That means 4,000 bag of white cement വിറ്റ് കഴിഞ്ഞാൽ ഇനി this company won't have a profit nor a loss എന്നൊരു കണ്ടീഷനിൽ ഈ കമ്പനി നിൽക്കും. ബിക്കോസ് സെയിം പ്രോഫിറ്റും ലോസും അത് ഇൻകർ ചെയ്യുന്നത് സെയിം ആയിരിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് the 8th question. നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ മനസ്സിൽ ആകെ ഈ 2 കാര്യം വെച്ചാൽ മതി. വൈറ്റ് സിമെൻറ്റിൻ്റെ ഒപ്പം ടാഗ് ചെയ്യുന്നത് 8 rupees ഓഫ് പ്രോഫിറ്റ് മാത്രം, ഗ്രേ സിമെൻറ്റിൻ്റെ ഒപ്പം ടാഗ് ചെയ്യുന്നത് 5 rupees-ൻ്റെ ലോസ് മാത്രം. അത്ര മാത്രം തലയിൽ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. Now moving on to the 9th question. So replace the blanks. ഇത് I think ഇത് ഭയങ്കര എളുപ്പമായിരിക്കും നിങ്ങൾക്ക്. -3 into dash will give you 27. 3 into എത്ര ചെയ്താൽ 27 കിട്ടും? 9 അല്ലേ? അപ്പോൾ -3 into എന്ത് ചെയ്താലാണ് പോസിറ്റീവ് 27 കിട്ടുക? ദറ്റ് ഈസ് -9. നെക്സ്റ്റ് we get 5 into dash will give you negative 35. അപ്പോൾ ഇവിടെ എന്തായിരിക്കണം? ഇവിടെ ഒരു നെഗറ്റീവ് ആൻസർ ആയിരിക്കണം അല്ലേ? ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് -7. Next comes -8 dash into -8 will give you -56. ഇവിടെ ഒരു മൈനസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഒരു മൈനസ് ഇവിടെ ഇട്ടത് പോസിറ്റീവ് ആയി പോകും. അപ്പോൾ പോസിറ്റീവ് നമുക്കിവിടെ വേണ്ടാത്തത് കൊണ്ട് ഇവിടെ ഒരു പോസിറ്റീവ് ഇൻറ്റീജറിനെ ഇടണം. അപ്പോൾ -8 into എന്ത് ചെയ്താൽ -56 കിട്ടും? 7 into -8 പോസിറ്റീവ് 7. ഇനി -12 into ഏതെങ്കിലും ഒരു നമ്പർ ചെയ്താൽ അത് 132 ആയിരിക്കും. സോ ഇവിടെ മൈനസാണ്, ഇവിടെ പോസിറ്റീവാണ്. അപ്പോൾ 2 നെഗറ്റീവ് ഇൻറ്റീജർ ആയിരിക്കണം ഇവിടെ വരുന്നത്, ഈക്വൽ ടു സൈനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരണം, എന്നാലേ ഇവിടെ പോസിറ്റീവ് ആവുള്ളൂ. ഇപ്പോൾ -12 into -11 will give you positive 32. So that's all with our third exercise in first chapter. Pretty clear ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആക്ച്വലി ഇറ്റ് ഷുഡ് ബി ക്രിസ്റ്റൽ ക്ലിയർ. അപ്പോൾ അതോടുകൂടി നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. സോ ബിഫോർ എൻഡിങ് ദ വീഡിയോ, വാക്സിൻ എടുത്ത് ഭയങ്കര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിരിക്കുകയായിരുന്നു. കോവിഡ് വന്ന പോലെ തന്നെയുള്ള ഗതിയിലായിരുന്നു. അതാണ് നമ്മൾ കുറച്ച് വൈകിയത് വീഡിയോ ഇടാൻ. ഇപ്പോൾ എല്ലാവരും ഓക്കെ ആയിട്ടുണ്ട്. സോ അതേപോലെ തന്നെ ബിഫോർ എൻഡിങ് ലെറ്റ് മീ സേ ഡോണ്ട് ഫർഗെറ്റ് ടു ഷെയർ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ബെല്ലൈക്കണം ചുമ്മാ ഒന്ന് അമർത്തിയേക്കുക. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഓൺലൈൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ ഞങ്ങൾ വന്നു എന്ന്. അതുമാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിറ്റിസിസോ ഇംപ്രൂവ്മെൻറ്റ്സോ പറയാനുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ. ബൈ ബൈ.